പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അനുഗ്രഹമായിരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. കുറച്ചു ദിവസങ്ങളായി കർത്താവ് നടത്തിയ വിധങ്ങൾ, അനുഭവ സാക്ഷ്യം നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കണമെന്നൊക്കെ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാൻ ദൈവം നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർക്കുവാനും ആ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വളരെ അനുഗ്രഹമാകാനും ചിലരെ ക്രിസ്തുവിനോട് കൂടെ കൂടുതൽ അടുപ്പിക്കാനൊക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, എൻ്റെ പേര് അനീഷൻ എന്നാണ്. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ പീരുമേട് താലൂക്കിൽ റാണികോവിൽ എന്ന് പറയുന്ന എസ്റ്റേറ്റിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 2 മക്കളാണ്. എനിക്കൊരു അനുജൻ ഉണ്ട്. ഒരുപാട് ദൂരെ, വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ നടന്നു പോയാണ് എസ്റ്റേറ്റിൽ പപ്പയും അമ്മയും ജോലി ചെയ്തിട്ട് വരുന്നത്. കൊച്ചു പ്രായത്തിലൊക്കെ അടുത്തുള്ള ലേൻസുകളിലൊക്കെ ഇരുത്തിയിട്ട് പോകും. പണിക്ക് പോകുമ്പോഴൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആ വീടുകളിൽ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെയെല്ലാം അടുത്ത വീടുകളിൽ ഇരുത്തിയിട്ട് പണിക്ക് പോയി മടങ്ങി വരികയാണ് പതിവ്. ഈ കാലഘട്ടത്തിൽ അടുത്ത വീടുകളിൽ കുഞ്ഞുങ്ങളെ പോലും ഇരുത്തുവാൻ മടിക്കുന്ന കാലഘട്ടം. ഇവിടെ എസ്റ്റേറ്റ് ലൈൻസുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു സ്നേഹബന്ധം കൂടുതലായി തന്നെ നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റുമായി, ഹൈറേഞ്ചുമായി ഉണ്ട്. ഇന്നും എസ്റ്റേറ്റുകൾ നിലനിൽക്കുന്നു. എസ്റ്റേറ്റിൽ തൊഴിലാളികളുണ്ട്. അങ്ങനെ 8 കിലോമീറ്ററുകൾ നടന്നു പോയി ജോലി ചെയ്തിട്ട് വരും. അടുത്ത വീടുകളിൽ ഞങ്ങളെ പാർപ്പിക്കും. അവിടുന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോകും. വീട്ടിൽ വന്നതിന് ശേഷമാണ് ആഹാരങ്ങൾ ഉണ്ടാക്കുകയും ഞങ്ങളെ കുളിപ്പിക്കുകയും ഞങ്ങൾക്ക് ആഹാരം തരികയും വീട്ടിലെ കാര്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ആ സമയങ്ങളിലാണ്. വെള്ളത്തിനൊക്കെ ഒരുപാട് ദൂരം പോകണം. വീട്ടിൽ വന്ന് അന്നൊക്കെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് തറ മെഴുകിയ ചാണകത്തറയിൽ ഇരുത്തിയിട്ട് അരിയോ ജീരകമുട്ടായോ ഉണ്ടെങ്കിൽ നിലത്തിങ്ങനെ വിതറിയിട്ട് പോകും. കിലോമീറ്ററുകൾ പോയി വേണം വെള്ളം കൊണ്ടുവരാൻ. വെള്ളം കോരിക്കൊണ്ട് വരുമ്പം ഞങ്ങൾ പറയും, ഈ അരി പിറക്കി ഗ്ലാസ്സിലിടണമെന്ന് പറയും. അപ്പം ഇവർ വെള്ളം കോരി തിരിച്ചു വരുമ്പം ഞങ്ങൾ അരി മൊത്തം പിറക്കിയിട്ടെങ്കിൽ വീണ്ടും അത് മറിച്ചിടും. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ പോയി ഇരുന്ന് വേണം വെള്ളം കോരാൻ. വലിയ കിണറൊന്നുമല്ല, ഓലിയാണ്. ഉറവയിൽ നിന്നും വരുന്ന വെള്ളം കാത്തിരുന്ന് വേണം ഓരോ കുടത്തിൽ കപ്പ് കൊണ്ടോ അല്ലെങ്കിൽ തൊട്ടിൽ കൊണ്ടോ ഒക്കെ കോരി നിറച്ചിട്ട് രാത്രി ചുമടാം. അങ്ങനെ വിദ്യാഭ്യാസത്തിന് വളരെ ദൂരം വേണം താണ്ടാൻ. വീട്ടിൽ നിന്നും 4 കിലോമീറ്ററുകൾ നടന്ന് വേണം പാമ്പനാർ എന്ന് പറയുന്ന ഏരിയയിൽ സ്കൂളിൽ വന്ന് പഠിക്കുവാൻ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നപ്പോൾ എന്നെ ആറന്മുളയിൽ നാൽക്കാലിക്കൽ എന്ന് പറയുന്ന അവിടെ സുവാർത്ത എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലിൽ കൊണ്ടുപോയി എന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഹോസ്റ്റലിലാക്കി. എൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ വീട് വിട്ട് മാറിയുള്ള ലൈഫായിരുന്നു, മാറിയുള്ള ജീവിതമായിരുന്നു. അല്ല, ഹോസ്റ്റൽ ലൈഫായിരുന്നു. വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ RC ബാക്ക്ഗ്രൗണ്ടാണ്. ഏത് പള്ളിപ്പെരുന്നാളിനും മമ്മിയും പപ്പായും പോകും. ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നേർച്ചകളും വഴിപാടുകളും പെരുന്നാളുകളും നോമ്പുകളൊക്കെ ആചരിച്ചു വന്ന ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. പക്ഷെ ഞാൻ അവിടെ 4ാം ക്ലാസ് വരെ ഞാൻ ആ ഹോസ്റ്റലിൽ പഠിച്ചുള്ളൂ. കാരണം മാതാപിതാക്കളെ പിരിഞ്ഞുള്ള 4ാം ക്ലാസ്സുകാരൻ്റെ അല്ലെങ്കിൽ 3ാം ക്ലാസ്സുകാരൻ്റെ ലൈഫ് ചിന്തിക്കാൻ കഴിയുന്നത് അത്രയല്ല. അപ്പൻ്റെ അമ്മയുടെ സ്നേഹം, അപ്പൻ്റെ അമ്മ ആ കൂട്ട്, അപ്പൻ്റെ അമ്മയുള്ള ബന്ധം ഏതൊരു കുഞ്ഞു ബാലനും കുഞ്ഞുങ്ങൾക്കും ഏറ്റവും വിലപ്പെട്ടതാണ്. അങ്ങനെ തന്നെ 4ാം ക്ലാസ്സിൽ നിന്നും 5ാം ക്ലാസ്സിലേക്ക് തിരിച്ച് വീട്ടിൽ വന്നു.
വീട്ടിൽ വരുമ്പോൾ ഞാൻ വന്ന് കാണുന്നത് പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലേക്ക്, സത്യാരാധനയിലേക്ക് വീട്ടുകാർ മാറുകയുണ്ടായി. മമ്മയ്ക്ക് വല്ലാത്തൊരു ശാരീരിക അസ്വസ്ഥത. പോയിക്കൊണ്ടിരുന്ന പള്ളികളിൽ നേർച്ച കൊടുത്തു, വഴിപാടുകൾ കൊടുത്തു, നോമ്പുകൾ ചെയ്തു. അവിടെയുള്ള പുരോഹിതന്മാരെ കൊണ്ടുവന്ന് വെഞ്ചരിച്ചു. ആ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട ആരാധനക്രമങ്ങളൊക്കെ ഫലിക്കാതെ വന്നപ്പോൾ ഒരു ദൈവദാസൻ വീട്ടിൽ വന്നു പ്രാർത്ഥിച്ചു. മമ്മിയുടെ ശരീരത്തിൽ നിന്നും ആ ബന്ധനമഴിഞ്ഞു. അങ്ങനെ കുടുംബം യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് യേശുവിനെ സ്വീകരിക്കുകയും യേശുവിൽ കൂടിയുള്ള സുവിശേഷം വചനം കേൾക്കുകയും ദൈവദാസന്മാരെ ഒരുപാട് സഹായിക്കുകയും ദൈവദാസന്മാർക്ക് ഒരുപാട് കൈത്താങ്ങുകയും ദൈവവേലയിൽ സുവിശേഷവുമായി ദൈവദാസനോടൊപ്പം നടന്ന് ഓരോ എസ്റ്റേറ്റുകളിൽ സുവിശേഷം പറയാൻ പോവുകയും അനേക വ്യക്തികളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനുള്ള ഉത്സാഹവും എൻ്റെ മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്തു. ഒരുപാട് ഇവിടുന്ന് 8-9 കിലോമീറ്ററുകൾ ജോലി കഴിഞ്ഞ് വന്ന് ഒരു വീട് വേറൊരു മലമുകളിലാണെങ്കിൽ ആ വീടിനെ ലക്ഷ്യമാക്കി പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് സുവിശേഷം പറഞ്ഞ്, വചനം പറയാനൊന്നും അറിയത്തില്ല, പ്രാർത്ഥിക്കുമ്പോൾ വിടുതല, രോഗം സൗഖ്യമാകും, ഭൂതമുണ്ടെങ്കിൽ ഭൂതം ശരീരം വിട്ടഴിഞ്ഞു പോകും. അവർ ഹിന്ദുക്കളാണെങ്കിൽ അവർ മറ്റ് ഇതര മതസ്ഥരാണെങ്കിൽ ആരാധിച്ചു പോകുന്ന അന്യമായ ദുഷ്ടപൈശാചിക മേഖലകൾ ഭവനം വിട്ടഴിയും. അങ്ങനെയുള്ള അത്ഭുതം കണ്ട്, അങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഇവരിലൂടെ ദൈവം ചെയ്ത്, മാതാപിതാക്കളിലൂടെ ദൈവം ചെയ്ത് അനേക പേരെ കർത്താവിലേക്ക് നേടുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. അങ്ങനെ വീട്ടിൽ പ്രാർത്ഥന ആരംഭിച്ചു, ആരാധന ആരംഭിച്ചു. നീണ്ട ദിവസങ്ങളൊക്കെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കും, ഉപവസിക്കും. 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ പ്രാർത്ഥനയുടെ ആ ദാഹവും ആ പ്രാർത്ഥനയുടെ എരിവൊന്നും അറിയത്തില്ല. പക്ഷെ കൂട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കാനും മറ്റുള്ളവരെ സ്വീകരിക്കാനുള്ളൊക്കെ നല്ലൊരു ഹൃദയവും മനസ്സും പരിശുദ്ധാത്മാവ് അന്ന് എനിക്ക് തന്നായിരുന്നു. പക്ഷെ ഒറ്റ കണ്ടീഷൻ, വീട്ടുകാർ പ്രാർത്ഥിക്കുമ്പോൾ ജനം കോട്ടയത്ത് നിന്നും ഏറ്റുമാനിൽ നിന്നൊക്കെ ജനം പ്രാർത്ഥിക്കാൻ വീട്ടിൽ വരുമായിരുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു, രോഗങ്ങൾ അഴിയും. അപ്പോൾ ഈ ജനം വരുമ്പോൾ ഈ പിശാച് ഭൂതം ഇളകുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയും, ഞാനുള്ളപ്പോൾ ഇങ്ങനെയുള്ള സാധനത്തൊന്നും ഇളക്കിയേക്കരുത്, കാരണം പേടിയാ, ഭയമാണ്. അപ്പം അങ്ങനെ പുതിയതായി ആരെങ്കിലും ഈ ബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ കൊച്ചു വീട, ചെറിയ വീട്, പുല്ലിട്ട പെര, നടുക്ക് ചാക്ക് കൊണ്ട് ഒരു റൂം പോലെ മറച്ചിരിക്കുന്നു, തറയിൽ ചാണകം കൊണ്ട് മെഴുകിയിരിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ആ റൂമിൽ, ആ കൊച്ചു റൂമിൽ പ്രാർത്ഥിക്കാൻ ജനം വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ വരുമ്പോൾ, മറ്റൊരു കട്ടിൻ്റെ അടിയിൽ, മറ്റൊരു കട്ടിൻ്റെ മൂലയിൽ ഞാൻ ഒളിച്ചിരിക്കും. കാരണം ഇവരിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുമ്പോൾ, ഭൂതങ്ങൾ അലറിപ്പോകുമ്പോൾ ഭയമാണ് മാറിയിരിക്കും. പക്ഷേ കുറച്ച് വർഷങ്ങൾ നീണ്ടുപോയി, കുറച്ച് നാളുകൾ നീണ്ടുപോയി. ഈ ആത്മീയ ശുശ്രൂഷയുടെ എരിവ്, ഈ ആത്മശുശ്രൂഷയുടെ ദാഹം പരിശുദ്ധാത്മാവ് എന്നിലേക്ക് പകർന്നു. പ്രൈസ് ഗോഡ്. എനിക്കും ഇതുപോലെ ശുശ്രൂഷിക്കണമെന്നും എനിക്കും ഇതുപോലെ ആത്മീയ ശുശ്രൂഷകളിൽ പോകണമെന്നുള്ള താല്പര്യവും ദൈവത്തോടുള്ള ആഴമേറിയ സ്നേഹവും എൻ്റെ കൊച്ചു ഹൃദയത്തിൻ്റെ അകത്ത് വളർന്നുകൊണ്ടിരുന്നു. ആ പ്രായത്തിൽ ദൈവദാസന്മാരെ സഹായിക്കാനും ദൈവദാസന്മാരുടെ കൂടെ പോകാനും ഒക്കെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. അന്നൊക്കെ ഈ ചർച്ചുകളിൽ അപ്പം ഡ്രമ്മടിക്കാൻ വേണ്ടി ചർച്ചിൽ പോകും. ഡ്രമ്മടി തെറ്റിയാൽ പാസ്റ്റർ വഴക്ക് പറയും. ആ വിധത്തിലുള്ള ദൈവിക ശിക്ഷണത്തിൽ, ദൈവിക കാഴ്ചപ്പാടിലാണ് ദൈവം ഓരോ മിനിറ്റുകളും പരിശുദ്ധാത്മാവ് കുടുംബത്തെയും ഞങ്ങളെയൊക്കെ കൈപിടിച്ചു കൊണ്ടുവന്നത്.
എന്നാൽ ഒരുപാട് വർഷങ്ങൾ നീണ്ടു. ദൈവദാസന്മാരുടെ ഒപ്പം വന്നു. ദൈവദാസന്മാരുടെ ഒപ്പം നിന്ന് അനേക ദൈവമക്കളെ മാതാപിതാക്കൾ നേടി. പ്രൈസ് ഗോഡ്. പക്ഷെ തിരിച്ച് അവർക്ക് കിട്ടിയ മറുപടി ദൈവദാസന്മാരിൽ നിന്നും വേദനാജനകമാകുന്ന അനുഭവമായിരുന്നു. അത് ഈ നിമിഷം വരെയും അതവരെ വേട്ടയാടുന്നു, അവരെ അത് ഭരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവമായ ദുഃഖകരമായ സത്യം. എൻ്റെ ഓർമ്മയുണ്ട്, കൊച്ചുപ്രായത്തിൽ ചിട്ടിയിട്ടും ആ ചിട്ടി പിടിച്ചിട്ട് ആലയം പണിതു. വീട്ടിൽ മരത്തടികൾ ഉണ്ടായിരുന്നു. മരത്തടികൾ ആലയത്തിന് കൊടുത്തു, ശുശ്രൂഷയ്ക്ക് കൊടുത്തു. നല്ലൊരു ആലയം സ്വന്തം ദേശത്തിൻ്റെ അകത്ത് കെട്ടിപ്പൊക്കി. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇവരോട് ദൈവദാസൻ കാണിച്ചത് വളരെ വേദനാജനകമാണ്. നമുക്ക് കൊച്ചു പ്രായമാണ്, നമുക്കൊന്നും അറിയില്ല. പക്ഷെ സുവിശേഷത്തെക്കുറിച്ചും സുവിശേഷത്തിൻ്റെ ആഗ്രഹവും എൻ്റെ കൊച്ചു ഹൃദയത്തിൻ്റെ അകത്ത് വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ തുടർമാനമായ വിദ്യാഭ്യാസം പാമനാട്ടിലും വണ്ടിപ്പെരിയാറും സ്കൂളുകളിലൊക്കെ പൂർത്തീകരിച്ചപ്പോൾ സുവിശേഷത്തിൻ്റെ വിളിയും സുവിശേഷത്തിൻ്റെ കോളിങ്ങും ഹൃദയത്തിൻ്റെ അകത്ത് എനിക്ക് തന്നെ ബോധ്യത്തിൻ്റെ അകത്ത് വളർത്തിയെടുക്കുന്നത് കൊണ്ടും ദൈവാത്മാവ് ശുശ്രൂഷിക്കാൻ വരുന്ന ദൈവദാസന്മാരിലൂടെ ദൈവമക്കളിലൂടെ നിൻ്റെ അകത്തൊരു ദൈവിക കോളിംഗ് ഉണ്ട്, ഒരു ദൈവിക ശുശ്രൂഷയ്ക്കകത്തൊരു വിളിയുണ്ടെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് അവരിലൂടെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹം ഹൃദയത്തിൻ്റെ അകത്ത് വളർത്തിയെടുത്തു. സഭയിലും സഭാ ശുശ്രൂഷകളിലും ദൈവദാസന്മാരെ സഹായിക്കുന്നതിൽ മുൻപന്തിയിൽ ഞാനുണ്ടായിരുന്നു. അവരുടെ ബാഗ് ചുമക്കാൻ, അവരുടെ വണ്ടി തുടയ്ക്കാൻ, അവരുടെ ചെരുപ്പെടുത്ത് വയ്ക്കാൻ, കൂട്ടത്തിൽ അവരെ കുടുംബപരമായ കാര്യങ്ങൾക്ക് ഒക്കെ കൈത്താങ്ങായി, ശുശ്രൂഷകൾക്ക് വലങ്കൈയായി ഞാനുണ്ടായിരുന്നു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിച്ചു. മറ്റു ജീവിതത്തിലേക്ക് വഴിതിരിച്ചു പോകാതെ കർത്താവ് ആ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷയ്ക്കകത്തേക്ക് അങ്ങനെ വിട്ടു. എന്നാൽ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമായി തുടർന്ന് ഞാൻ ജോലിക്കിറങ്ങി. ഈ മേസ്തിരിമാരുടെ കൂടെ കയ്യാളായിട്ട് കട്ടയെടുത്ത് കൊടുക്കാനും സിമെൻ്റ് എടുത്ത് കൊടുക്കാനുള്ള ജോലിയാണ് ആദ്യം ചെയ്യുന്നത്. കലൂരിലുള്ള ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞാൻ 180 രൂപയ്ക്ക് ദിവസക്കൂലിക്ക് അവിടെ ഞാൻ മേസ്തിരിമാരുടെ കൂടെ പണിക്ക് പോവുകയാണ്. അന്നും അവിടെ ഹിന്ദിക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ജോലിക്ക് പോകുമ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീ ഒരു സുവിശേഷകനാണ്, നീ ഒരു പാസ്റ്ററാണ്, നീ ഒരു ഉപദേശിയാണെന്നുള്ള ആ ഒരു ആ ഒരു മുഴക്കം എൻ്റെ ഹൃദയത്തെ, എൻ്റെ മൈൻഡിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാനങ്ങനെ കലൂരിൽ എറണാകുളത്ത് ജോലിക്ക് പോയി. നീണ്ട 3 മാസം തുടർമാനമായി അവിടെ ജോലി ചെയ്തു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ലോറിയിൽ മണൽ വന്ന് ഞാനിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മണൽ എൻ്റെ കാലിൻ്റെ മേളിൽ വന്ന് മൂടി. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഹിന്ദിക്കാരനുണ്ട്. അപ്പോൾ ഞാൻ ഹിന്ദിക്കാരന് പറഞ്ഞു, നീ സൂക്ഷിച്ചു വെട്ടണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം അറിയാതെ ഈ തൂമ്പ കൊണ്ട് വെട്ടി എൻ്റെ കാലിൻ്റെ മേൽഭാഗം, കാലിൻ്റെ പത്തി വെട്ടി വലിച്ചു. അങ്ങനെ എൻ്റെ കാലിൻ്റെ ആ മേൽഭാഗം അങ്ങനെ തുറന്നുപോയി. അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. അത് ഭേദമൊക്കെ ആയി വീണ്ടും കൂട്ടുബന്ധങ്ങളിലേക്ക് പോകാനിടയായി തീർന്നു. വളരെ അന്നത്തെ കൂട്ടുകൾ എന്നൊക്കെ പറയുന്നത് ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും, നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരയ്ക്കകളുണ്ട്, പേരയ്ക്ക പറിക്കാനൊക്കെ പോകും. മധുരമാകുന്ന കൊച്ചു പാവങ്ങളൊക്കെ ചെയ്ത് ദൈവത്തിൽ നിന്നും ദൈവിക ശുശ്രൂഷയിൽ നിന്നും പതുക്കെ അകലാൻ തുടങ്ങി.
ദൈവിക കോളിങ്ങിന്റെ ദർശനം എൻ്റെ മൈൻഡിൽ നിന്നും മാറാൻ തുടങ്ങി. ദൈവിക അഭിഷേകത്തിൻ്റെയും ദൈവസഭയുടെയും ഉള്ള ബന്ധം, ദൈവദാസന്മാരുള്ള ബന്ധം എന്നിൽ നിന്നും അകലാൻ തുടങ്ങി. ഞായറാഴ്ചകളിൽ ദൈവസഭയിൽ പോകാതെയായി. ദൂരത്ത് നിന്ന് ദൈവദാസന്മാർ വരുമ്പോൾ ഓടി ഞാൻ തേയിലക്കാട്ടിൽ ഒളിക്കും. കാരണം കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് ചർച്ചയ്ക്ക് കൊണ്ടുപോകും. അന്നത്തെ ദൈവദാസന്മാരൊക്കെ എങ്ങനെയാവും? പിടിച്ച് ചർച്ചയ്ക്ക് കൊണ്ടുപോകും. മോശപ്പെട്ടു പോയാൽ നന്നായി വഴക്ക് പറയും. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും. ആ വിധത്തിലുള്ള ദൈവിക ശിക്ഷണം ദൈവദാസന്മാർക്കുണ്ടായിരുന്നു. അപ്പം അത് കാണുമ്പോൾ ഞാൻ ഓടി ഒളിക്കുമ്പോഴും ദൈവത്തിൻ്റെ കോളിംഗ്, ദൈവത്തിൻ്റെ വിളി എന്നിലുണ്ടല്ലോ എന്ന് ഞാൻ ഓർക്കും. പക്ഷേ കൂട്ടുബന്ധങ്ങൾ മൂലം ഞാൻ അതിലേക്ക് വീണ്ടും വഴുതിപ്പോകും. അങ്ങനെ ഒരിക്കൽ വീട്ടിലിരുന്നപ്പോൾ എൻ്റെ ദൈവദാസൻ വന്നു. ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നമുക്ക് ഇവനെ ബൈബിൾ സ്കൂളിൽ വിടണം. ബൈബിൾ സ്കൂളിൽ വിടണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പോകാമെന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞെങ്കിലും നീണ്ട 4 വർഷം പിന്നെ ഞാൻ തള്ളി നീക്കി. കൂട്ടുബന്ധങ്ങളിൽ കൂടി അധികമല്ലാത്ത അമിതമല്ലാത്ത ചെറിയ പാപങ്ങളിൽ അകപ്പെട്ടു. കൂട്ടുബന്ധങ്ങൾ വല്ലാതെ മുറുകി. ഒരു അനുസരണയില്ലാത്ത ഒരു ലൈഫിലേക്ക് എന്നെ ബന്ധം കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഒരിക്കൽ കൂട്ടൊക്കെ കൂടി എല്ലാം കഴിഞ്ഞ് ഞാൻ നൈറ്റ് വീട്ടിലേക്ക് വരുമ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം എൻ്റെ ഉദരത്തിൻ്റെ അകത്ത് ഭയങ്കര വേദനയായി. വയറിൻ്റെ അകത്ത് ഭയങ്കര വേദന. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കിടന്ന് നോക്കുന്നു, ഇരുന്ന് നോക്കുന്നു, എനിക്ക് ഒന്നും വയ്യ. എനിക്ക് ശബ്ദമുണ്ടാക്കാൻ പോലും പറ്റാത്തൊരു വയറുവേദന ഉണ്ടായി. പെട്ടെന്ന് അന്ന് രാത്രി തന്നെ വണ്ടിപ്പെരിയാർ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ആ ഹോസ്പിറ്റൽ ഡോക്ടർ സുരേഷ് ബാബു പെട്ടെന്ന് പറഞ്ഞു, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. അപ്പൻഡീസിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഓട്ടോയിലാണ്, അറിയത്തില്ല, വയറുവേദനയല്ലേ, ഓട്ടോയ്ക്കകത്ത് കുലുങ്ങി അന്നത്തെ കോട്ടയം ടു കേക്കാർ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ആ റോട്ടിൽ കൂടി വന്നു ഒരു വലിയ കട്ടിൽ ചാടിയപ്പോൾ എൻ്റെ ഉദരത്തിൽ, എൻ്റെ വയറ്റിൽ അപ്പൻഡീസ് പൊട്ടി. ഒരു വല്ലാത്ത സ്റ്റേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, പ്രതീക്ഷയ്ക്ക് വകയില്ല, നിങ്ങൾ നേരത്തെ കൊണ്ടുവരുന്നെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പൻഡീസ് ഉദരത്തിൽ കിടന്നത് പൊട്ടിയത് കൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷന് കൊടുത്തു. ഡോക്ടർമാർ തിരിച്ചു വന്ന് എൻ്റെ പേരൻസിനോട് പറയുന്നത് ഞാൻ കേട്ടതാണ്, 96% പ്രതീക്ഷയില്ല, ബാക്കി ശതമാനം നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ നിങ്ങൾ മുറുക്കെ പിടിച്ചു പ്രാർത്ഥിച്ചോണം. ഡോക്ടർമാർ പറഞ്ഞ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ എൻ്റെ പേരൻസിനോട്, മാതാപിതാക്കളോട് ചോദിക്കുന്നത്, എൻ്റെ കൂട്ടുകാരെന്തി? എന്നെ കാണാൻ എൻ്റെ കൂട്ടുകാർ വന്നായിരുന്നോ? അവർ പറഞ്ഞു ഇല്ല, വന്നില്ല. ഞാൻ പറഞ്ഞു എന്നാൽ നാളെ വരുമായിരിക്കും. കാരണം ഇന്നലകളിൽ വരെ കൂട്ടുകൂടിയ ബന്ധങ്ങൾ, ഇന്നലകളിൽ നല്ല ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ, അവരുടെ ചിരിച്ചും കളിച്ചും ഊടാടി സഞ്ചരിച്ച ബന്ധമാ കൂട്ടുബന്ധം. അങ്ങനെ 13 ദിവസവും ഞാൻ 14-ാം വാർഡിൽ കോട്ടയം മെഡിക്കൽ കോളേജിലിരുന്ന് എൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരെന്നെ കാണാൻ വേണ്ടി വന്നോ? അവർ പറഞ്ഞു വന്നില്ല. 14-ാമത്തെ ദിവസം 14-ാം വാർഡിൽ 14-ാമത്തെ ബെഡിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് ഞാനൊരു തീരുമാനം പറഞ്ഞു. ഞാൻ നന്നായി നടന്നപ്പോൾ, ഞാൻ അവരുടെ കൂടെ കളിച്ചും ചിരിച്ചും നടന്നപ്പോൾ, അവർ കാണിച്ച തോന്നിവാസത്തിനും അവർ കാണിച്ച പാപത്തിനും കൈകൊടുത്ത് ഞാൻ നടന്നപ്പോൾ
എൻ്റെ കൂടെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ആപത്ത് വന്നപ്പോൾ, എനിക്കൊരു വിഷയം നേരിട്ടപ്പോൾ എൻ്റെ കൂടെ കൂട്ടുകാർ വന്നില്ലല്ലോ കർത്താവെ. അതുകൊണ്ട് ഈ ഹോസ്പിറ്റൽ വിട്ട് നീ എന്നെ വെളിയിലിറക്കിയാൽ, ഹോസ്പിറ്റൽ വിട്ട് 3 ദിവസത്തിനുള്ളിൽ എന്നെ നീ വെളിയിലിറക്കിയാൽ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പോകുമെന്ന് ആ ഹോസ്പിറ്റൽ ബെഡിലിരുന്നു കൊണ്ടൊരു തീരുമാനമെടുത്തു കർത്താവിനോട്. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, 3-ാമത്തെ ദിവസം പരിശുദ്ധനായ ദൈവം എൻ്റെ തീരുമാനത്തിൽ ഉറച്ച്, തീരുമാനത്തെ മാനിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എന്നെ ഡിസ്ചാർജ് ചെയ്തു. പെട്ടെന്ന് അന്ന് ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ബിലീവേഴ്സ് ചർച്ചിലാണ്. ജനറൽ കൺവെൻഷന് ബിലീവേഴ്സ് തോട്ടഭാഗത്തുള്ള ജനറൽ കൺവെൻഷന് പോവുകയും ബൈബിൾ സ്കൂളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം ഞാൻ സ്വതവേ പൂരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല ഇവിടെ ബൈബിൾ സ്കൂളിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു എന്നുള്ളത്. 2 മാസം കഴിഞ്ഞപ്പോൾ വിളി വന്നു, ബൈബിൾ സ്കൂളിലേക്ക് വരിക. അങ്ങനെ ഞാൻ 3 മാസം BTH ബിലീവേഴ്സ് ചർച്ചിൽ പോയി, ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കുവാൻ കർത്താവ് ഇടയാക്കി. ബൈബിൾ സ്കൂൾ പഠനം പൂർത്തീകരിച്ച് ശുശ്രൂഷയുടെ ആവേശം, ശുശ്രൂഷയുടെ കൊതി, ശുശ്രൂഷയുടെ കണ്ണിൽ കാണുന്ന ആ ദൈവീക ശുശ്രൂഷയുടെ വിവിധ രംഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച്, കാരണം ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ, ദൈവദാസന്മാർ ശുശ്രൂഷയിൽ ചെയ്യുന്ന ദൈവിക അഭിഷേകത്തിൻ്റെ കാര്യങ്ങൾ കൊച്ചു ഹൃദയത്തിൻ്റെ അകത്ത് ആഴമായി പതിച്ചിരുന്നു. അതുപോലെ ചെയ്യാനുള്ളൊരു ആകാംക്ഷ, അതുപോലെ ചെയ്യണമെന്നുള്ള കൊതി എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് അങ്ങ് പൊങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ബൈബിൾ സ്കൂളിൽ പഠനം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭവനത്തിൽ വന്നു. ഭവനത്തിൽ വരുമ്പോൾ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ, പ്രിൻസിപ്പൽ, ഇന്ന് അദ്ദേഹം അമേരിക്കയിലാണ്. എന്നോട് ചോദിച്ചു, വടക്കേ ഇന്ത്യക്ക് ശുശ്രൂഷകൾക്ക് വേണ്ടി വരുന്നോ? ഞാൻ പറഞ്ഞു, വരുന്നുണ്ട്. എന്നാൽ നാളെ കഴിഞ്ഞ് നമുക്ക് മഹാരാഷ്ട്രയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മഹാരാഷ്ട്രയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. 2 വർഷം ദൈവകൃപയാൽ മഹാരാഷ്ട്രയിൽ അനേക ഗ്രാമങ്ങളിൽ കർത്താവിനെ കുറിച്ച് പറയുവാൻ ഇടയാക്കി. പ്രിയരെ, ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ് മഹാരാഷ്ട്രയിൽ വടക്കേന്ത്യയിൽ കൊണ്ടുപോയത്. പക്ഷെങ്കിൽ അവിടെയുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ട ആ ദൈവദാസന്റെ മനസ്സിലിരിപ്പ്, ദൈവിക ശുശ്രൂഷയുടെ എരിവ് നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ഞങ്ങളെല്ലാം ഉറക്കിക്കിടത്തി, ഞങ്ങളെല്ലാം കണ്ണടച്ച് പിടിപ്പിച്ചൊക്കെ ഫോട്ടോ എടുത്ത് കൊടുത്തു. അത് ഭയങ്കര വിഷയമായിരുന്നു. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് ആ ശുശ്രൂഷയിൽ നിന്നും ഞാൻ വീണ്ടും നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നു. മഹാരാഷ്ട്രയിൽ ദൈവിക ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ അനവധി ഗ്രാമങ്ങളിലേക്ക് ദൈവിക ശുശ്രൂഷയുമായി പോകാൻ കർത്താവ് സഹായിച്ചു. അനേക ജീവിതത്തിൻ്റെ മനുഷ്യൻ എന്താണെന്നോ മറ്റൊരു മനുഷ്യൻ ചെന്നാൽ അവരെ തൊട്ടുനോക്കാൻ കൂടിയ ജനത്തിന് നടുവിൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ സുവിശേഷമായി പോവാൻ കർത്താവ് ഇടവരുത്തി. ആ 2 വർഷത്തിൽ മഹാരാഷ്ട്രയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാതെ ഒരു അസ്വസ്ഥത നേരിട്ടു. നെഞ്ചിൻ്റെ അകത്ത് വേദന, ഞാൻ ചുമ്മാ തുപ്പുന്നത് വരെ ബ്ലഡാണ്, ഛർദിക്കുന്നത് ബ്ലഡാണ്. നീണ്ട 1 മാസക്കാലം അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ആയിരിക്കാം, അവിടുത്തെ കാലാവസ്ഥയുടെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു വിധത്തിൽ കഴിഞ്ഞുകൂടിയെങ്കിലും എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കോലാപ്പൂർ ബാലിംഗ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും എന്നെ കൊണ്ടുപോയ ദൈവദാസൻ 300 രൂപ കയ്യിലെടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ നാട്ടിൽ പൊക്കോളാൻ. അദ്ദേഹം ആ സമയം കേരളത്തിൽ വന്നു, മറ്റൊരു വ്യക്തിയുമായി കണക്ട് ചെയ്തിട്ടാണ് ആ 300 രൂപ എൻ്റെ കയ്യിൽ തരുന്നത്. അന്ന് 150 രൂപ കൊങ്കൺ
ടു എറണാകുളം. ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് കൊങ്കൺ വരണമെങ്കിൽ 100 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യണം. പ്രിയ ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ, 300 രൂപയുമായിട്ട് കോലാപ്പൂരിൽ നിന്നും ബസ് കയറി കൊങ്കൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ വരുമ്പോൾ ബസ്സിൻ്റെ അകത്ത് ഭയങ്കര അസ്വസ്ഥതയാണ്, നെഞ്ചുവേദനയാണ്. അന്ന് രാത്രി കഴിക്കുവാൻ ഞാനൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് മേടിച്ചിരുന്നു. ആ ബിസ്ക്കറ്റ് പാക്കറ്റ് എൻ്റെ ബാഗിലുണ്ട്. കൂടാതെ കേരളത്തിലേക്ക് സുവിശേഷീകരണത്തിന് വേണ്ടി എൻ്റെ കയ്യിൽ ഒരു പ്രൊജക്ടർ തന്നു വിട്ടു. 70,000-80,000 രൂപയുടെ ഒരു പ്രൊജക്ടറാണ്. അതുമായിട്ടാണ് വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ട്രെയിൻ വന്നു, ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി. ഭയങ്കര തിരക്ക്. ഹിന്ദിക്കാരെ കൊണ്ട് നമുക്ക് അവിടെ ചവിട്ടാൻ പോലും ഇടമില്ല. ലോക്കലിൽ കയറിയാൽ വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷം. അതിൻ്റെ അകത്താണ് അവർ കുടിക്കുകയും വലിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഭക്ഷണ സാധനങ്ങൾ അവിടെ ഇടുകയും. വേസ്റ്റായ ആ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി യാത്ര തുടർന്നെങ്കിലും ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ചങ്കിൻ്റെ അകത്ത് ഭയങ്കര വേദനയായി. ഞാൻ പിന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിക്കുന്ന മൊത്തം ബ്ലഡാണ്. ആരും സഹായിക്കാനില്ല, ആരോടെന്ത് പറയാൻ ഭാഷ അറിയത്തില്ല. എങ്ങനെയെങ്കിലും മംഗലാപുരം വരണമെന്നുള്ള ആഗ്രഹത്തിൽ എൻ്റെ നെഞ്ചിൽ കൈവച്ച് ഒരു ചെറിയ ബൈബിൾ എൻ്റെ കൈവശമുണ്ട്, ഒരു ഇംഗ്ലീഷ് ബൈബിൾ. അത് ഞാൻ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കപ്പാ, വേദന മാറ്റണം. പ്രാർത്ഥിക്കും. രാത്രിയുടെ യാമങ്ങളിൽ കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഓടും, ബാത്റൂമിൽ പോകും, തിരിച്ച് സീറ്റില്ല, തിരിച്ചവിടെ വന്ന് നിൽക്കും, ബാത്റൂമിൽ പോകും, തിരിച്ചും. കാരണം ഛർദ്ദിക്കുന്നതെല്ലാം ബ്ലഡാണ്. ഛർദ്ദിക്കാൻ വരികയാണ്, തുപ്പാൻ വരികയാണ്. പ്രിയരെ, ഒരു വിധത്തിൽ ദൈവകൃപയാൽ ഞാൻ മംഗലാപുരം വരെ എത്തി. മംഗലാപുരം വരെ എത്തിയപ്പോൾ ആ കമ്പാർട്ട്മെന്റിൽ ഗോവയൊക്കെ എത്തിയപ്പോൾ ചില മലയാളികൾ അതിൻ്റെ അകത്ത് കയറി. അപ്പം അവരെന്നെ കുറച്ച് സഹായിച്ചു, തിരുമ്മി തരുകയൊക്കെ ചെയ്തു. അവർ പറഞ്ഞു, മംഗലാപുരം എത്തി, ഞാൻ ഈ പോലീസുകാരോട് പറയാം എന്ന് പറഞ്ഞു. അവിടെയുള്ള ഒരു പോലീസുകാരോട്, റെയിൽവേ സ്റ്റേഷനിലുള്ള പോലീസുകാരോട് പറഞ്ഞ് എന്നെ അവിടെ ഇറക്കി ഒരു ആംബുലൻസിൽ കയറ്റി ഏതോ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നെ ഷിഫ്റ്റ് ആക്കി. വലിയ സ്പീഡിലാണ് പോകുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന പ്രൊജക്ടർ, എൻ്റെ ബാഗ് റെയിൽവേ സ്റ്റേഷനിലുള്ള പോലീസ് സ്റ്റേഷനിൽ വെച്ചു. എൻ്റെ കയ്യിൽ കൊങ്കൺ റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെറും 50 രൂപയാണ്. 50 രൂപ. കർണാടകയിലുള്ള ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ കയറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, കൂടെ ആളില്ലാത്തത് കൊണ്ട് ഈ രോഗിയെ ചികിത്സിക്കാൻ കഴിയത്തില്ല, ട്രീറ്റ്മെന്റ് നടത്താൻ കഴിയത്തില്ല, ആള് വേണം. അപ്പം എൻ്റെ റിലേറ്റീവ് ഒക്കെ കണ്ണൂരുള്ളത് കൊണ്ട് വേഗത്തിൽ തന്നെ നമ്പർ കൊടുത്തു. അവർ വിളിപ്പിച്ചു. അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ വരാതെ ട്രീറ്റ്മെന്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നെ ബെഡിൽ കിടക്കുന്നു, ഡോക്ടർമാർ ചുറ്റും നിൽക്കുന്നു. ഞാൻ കിടക്കും, എഴുന്നേൽക്കും, മുട്ടുകുത്തും. അപ്പോൾ ഡോക്ടർമാർ എന്നോട് ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? എഴുന്നേൽക്കുന്നു, കിടക്കുന്നു, നിങ്ങൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നു കൂടെ? ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഐ ആം പ്രേ ഫോർ ജീസസ്. ജീസസിനോട്, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ പോയി എന്നെ അവിടുന്ന് ഒരു ബെഡിൽ കയറ്റി ഒരു ആരുമില്ലാത്ത ഒരു വാർഡിൽ ഒരു 0 ബൾബ് മഞ്ഞ മാത്രം കത്തിക്കിടപ്പുണ്ട്. അവിടെ കൊണ്ട് നാക്കിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആള് വരാതെ ട്രീറ്റ്മെന്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തിയിട്ട് പോയി. ഒരു മോർച്ചറി ഡെഡ് ബോഡി കിടക്കുന്നത് പോലെ ആ മഞ്ഞ 0 ബൾബ് ഇട്ട ആ വെട്ടത്തിൽ ഞാൻ കിടക്കുകയാണ്. ഒരുപാട് നേഴ്സിംഗ് പഠിക്കുന്ന പെൺകുട്ടികൾ അവിടെ വരുന്നുണ്ട്. അവരോട് ഞാൻ സഹായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ കഴിയത്തില്ല, ഈ ഹോസ്പിറ്റലിലെ നിയമമാണ്,
അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്ന പിള്ളേരാണെന്ന് പറഞ്ഞ് അവരപ്പോൾ തന്നെ അവിടുന്ന് പോയി. വീണ്ടും ഞാൻ ആ ചെറിയ ഇംഗ്ലീഷ് ബൈബിൾ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ, നീ എന്നെ സഹായിക്കണം, നീ എൻ്റെ വേദന മാറ്റണം, നീ എൻ്റെ കണ്ണുനീരിനെ തുടയ്ക്കണം, എന്നെ ധൈര്യപ്പെടുത്തണം, എൻ്റെ രോഗത്തിന് സൗഖ്യം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ ഡോക്ടർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഒരു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് എഴുതി തന്നു. എക്സ്റേ എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അന്ന് 100 രൂപയായിരുന്നു എക്സ്റേക്കുള്ളത്, എൻ്റെ കയ്യിൽ 50 രൂപ. ഞാൻ ആ എഴുതി തന്ന പേപ്പറും വാങ്ങിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. വേദന വരുമ്പോൾ എഴുന്നേറ്റ് കിടക്കും, എഴുന്നേറ്റിരിക്കും. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരു പെൺകുട്ടി വന്നു. എന്നോട് ചോദിച്ചു, എന്താ വിഷയം, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതേപോലെ നെഞ്ചുവേദന എടുത്ത് വന്നതാണ്, എന്താണെന്നറിയത്തില്ല, ഞാൻ വാമിറ്റ് ചെയ്യുമ്പോൾ തുപ്പുമ്പോഴെല്ലാം ബ്ലഡാണ് വരുന്നത്. ഡോക്ടർ എനിക്ക് എക്സ്ട്രാ എഴുതി തന്നു, എക്സ്റേ എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല, ഒരു 50 രൂപ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തന്ന് സഹായിക്കണം, എൻ്റെ റിലേറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ 50 രൂപ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞു. നിങ്ങളിവിടെ പഠിക്കുന്ന കുട്ടികളല്ലേ, ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകുമല്ലോ, ഞാൻ തരാതെ പോകത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്, മുഖം വല്ലാതെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടി എനിക്ക് 50 രൂപ എടുത്തു തന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് തന്നു. നമ്പർ ഒരു പേപ്പറിൽ എനിക്ക് എഴുതി തന്നു. ഞാൻ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ വിടുമ്പോൾ ഈ 50 രൂപ ഞാൻ മടക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് ആള് വന്നു, എക്സ്റേ എടുത്തു. അപ്പം അന്ന് നമ്മൾ കർണാടകയിലുള്ള ട്രീറ്റ്മെൻറ്റ് പൂർത്തീകരിച്ച് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും അങ്ങനെ അവർ ട്രാൻസ്ഫർ തരികയും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കർണാടകയിലുള്ള ഹോസ്പിറ്റലിൽ നിന്നും എന്നെ വിടുകയാണ്. ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ, ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ റിലേറ്റീവ് അങ്കിളിനോട് പറഞ്ഞെങ്കിലേ, എന്നെ ഒരു പെൺകുട്ടി ഇവിടെ സഹായിച്ചായിരുന്നു, ഒരു 50 രൂപ തന്ന്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് ഒരു 50 രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്കിളിനോട് 50 രൂപ മേടിച്ചിട്ട് ആ ഫോൺ കോളിൽ ഞാൻ വിളിച്ചു. അങ്ങനെ ഒരു ഫോൺ കോളില്ല, അങ്ങനെ ഒരു നമ്പർ നിലവില്ലെന്നാണ് പറയുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തു. നേരം വൈകി ട്രെയിൻ വരാൻ സമയമായതുകൊണ്ടും എങ്ങനെയെങ്കിലും 50 രൂപ തിരിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു താങ്ക്സ് എങ്കിലും, നന്ദിയെങ്കിലും പറയണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ കർണാടക ഹോസ്പിറ്റൽ വിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫറായി. ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് 19 ദിവസം ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വല്ലാതെ കഫം കൂടിയിട്ട്, മഹാരാഷ്ട്രയിലുള്ള കാലാവസ്ഥ, അവിടെയുള്ള കാറ്റ് ഭയങ്കര പൊടിയാണ് കൂടിയിട്ട്, അത് കെട്ടിക്കിടന്ന് വല്ലാതെ അസ്വസ്ഥതയാക്കി. അത് പുറത്ത് വലിയ സൂചി ഉപയോഗിച്ച് കുത്തിയെടുക്കുകയാണ്. കുത്തിയെടുത്ത് കളഞ്ഞ് അവിടെ 19 ദിവസം കിടന്നിട്ട് അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. അപ്പോഴും എനിക്ക് 50 രൂപ തന്ന ഈ പെൺകുട്ടിയെ ഈ നമ്പറിൽ ഞാൻ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു നമ്പർ നിലവിലില്ലെന്നാണ് അന്നും പറയുന്നത്. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റായി 21 ദിവസം ട്രീറ്റ്മെൻറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്ന് ചെയ്തു. 21ാമത്തെ ദിവസം എൻ്റെ ഭവനത്തിലേക്ക്, പീരുമേട്ടിലുള്ള ഭവനത്തിലേക്ക് ഞാൻ വന്നു. അപ്പോഴും ഞാൻ ഈ നമ്പർ തുറമാനമായി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴും പറയുന്നത്, ഇങ്ങനൊരു നമ്പർ നിലവിലില്ല. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ആ സമയങ്ങളെല്ലാം വടക്കേന്ത്യയെക്കുറിച്ചുള്ള വല്ലാത്ത ദാഹവും പിന്നെ ഉളവായി. എങ്ങനെയെങ്കിലും തിരിച്ച് മഹാരാഷ്ട്രയിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം, കർത്താവിനോടുള്ള ആ കമ്മിറ്റ്മെൻറ്റ്, സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എൻ്റെ ഹൃദയത്തിൽ വളർന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ചു. ഞാൻ ഡൈനിങ് റൂമിൽ ഇരുന്നാലും ഹാളിലിരുന്നാലും എനിക്ക് ഈ നമ്പർ, എന്നെ സഹായിച്ച് ഈ പെൺകുട്ടിയുടെ മുഖം എൻ്റെ കണ്ണിൽ, എൻ്റെ ഫ്രണ്ടിൽ തെളിയുകയാണ്. ശരി, എനിക്ക് പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ അവൾക്ക് വേണ്ടി ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ റൂമിൽ ഞാൻ കയറി. റൂമിൽ കയറി പ്രാർത്ഥന ആരംഭിച്ചു. ഒറ്റ വിഷയം, എനിക്കന്ന് സഹായമില്ലാതിരുന്നപ്പോൾ, ആരും എനിക്ക് ഒന്നും ചെയ്യാതിരുന്നപ്പോൾ, എനിക്ക് 50 രൂപ തന്ന
എന്നെ സഹായത്തിന് വേണ്ടി എൻ്റെ അരികിൽ വന്ന് എനിക്ക് സഹായം തന്ന ആ പെൺകുട്ടിയെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. അവരുടെ ദേശം എനിക്ക് വെളിപ്പെടുത്തി തരണം, അവരുടെ പേരെനിക്ക് വെളിപ്പെടുത്തി തരണം, ഈ ഫോൺ നമ്പറിൽ കോള് പോകണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആത്മാർത്ഥ ഹൃദയത്തോടെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ അഭിഷേകത്തിൻ്റെ മൂർച്ഛാവസ്ഥയെത്തി. പ്രാർത്ഥനയുടെ ടോൺ മാറി. പ്രാർത്ഥനയുടെ അഭിഷേകത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്കിൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കാതിൽ പറയുകയാണ്, ഹല്ലേലൂയ, നിനക്ക് ആ പെൺകുട്ടീനെ അറിയണോ? നിനക്ക് ആ വ്യക്തിയെ നിനക്ക് മനസ്സിലാക്കണോ? ഞാൻ പറഞ്ഞു, അതേ കർത്താവ്, എന്നെ സഹായിച്ച പെൺകുട്ടിയാണ്, എനിക്ക് വേണ്ടി 50 രൂപ മുടക്കിയ പെൺകുട്ടിയാണ്. അദ്ദേഹത്തിന് ഞാൻ താങ്ക്സ് എങ്കിലും പറയണം, അല്ലെങ്കിൽ 50 രൂപയെങ്കിലും കൊണ്ട് ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞു. അന്നേരം കർത്താവിനോട് പറഞ്ഞു, ആ പെൺകുട്ടി ഞാനായിരുന്നു, നിനക്ക് വേണ്ടി ആക്കി വെച്ച ദൂതനായിരുന്നു നിന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. പ്രിയരെ, അന്ന് എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ ദൂതന്മാർ തൻ്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങുമെന്ന്, ദൈവത്തിൻ്റെ ദൂതന്മാർ അനേകരെ സന്ദർശിക്കാൻ എത്തുമെന്ന്, ദൈവത്തിൻ്റെ ദൂതന്മാർ അനേകരെ കൈത്താങ്ങുമെന്ന്, സപ്പോർട്ട് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് അന്നത്തെ പ്രാർത്ഥനയിൽ എന്നെ തെളിയിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി, ഓരോരുത്തരുടെ ലൈഫിനെ തിരിക്കാൻ, ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് നടത്താൻ ഓരോ വ്യക്തിക്കും ദൈവത്തിൻ്റെ മാലാകമാർ, ദൈവത്തിൻ്റെ ദൂതന്മാർ ഉണ്ടെന്ന്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, നീ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ വേദനയോടെ ഭാരത്തോടെ ഇരിക്കുകയാണെങ്കിൽ, നിനക്ക് വേണ്ടി ആക്കി വെച്ച ദൂതന്മാർ, നിനക്ക് വേണ്ടി ആക്കി വെച്ച ദൈവിക അഭിഷേകമുള്ള ദൂതന്മാർ നിനക്ക് വേണ്ടി സേവ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. നീ പ്രാർത്ഥിക്കുവാനും നീ അതിലേക്ക്, ആ ദൈവിക ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് മാറാൻ നീ തയ്യാറായാൽ, ദൈവം നിനക്കാക്കി വെച്ച ദൂതന്മാർ, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ, ദൈവത്തിന്റെ സേവകാത്മാക്കൾ നിനക്ക് വേണ്ടി സേവ ചെയ്യും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അന്ന് ഞാൻ പരിശുദ്ധനായ ദൈവത്തെ ആർപ്പിട്ട് സ്തുതിച്ചു. പ്രിയർ, 21 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നു. 30-35 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ മഹാരാഷ്ട്രയിലേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയി. ആ വേലയ്ക്ക് വേണ്ടി പോയത് പിന്നെ ഒരു ഭയങ്കര തീരാ നഷ്ടമായിരുന്നു. ഞങ്ങളെ വീണ്ടും മഹാരാഷ്ട്രയിലാക്കിയിട്ട് അദ്ദേഹം അമേരിക്കയ്ക്ക് പോയി. ഭക്ഷണമില്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ല. അടുത്തൊരു ബോർമയുണ്ട്, ബ്രെഡ് ഉണ്ടാക്കും. ആ ബ്രെഡ് ഫ്രീ ആയിട്ട് കിട്ടും അവിടുന്ന്, ഞങ്ങൾ അടുത്തായതുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടും. ആ ബ്രെഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് കുടിക്കാൻ വെള്ളമില്ല. റോട്ടിൽ കൂടി പോകുന്ന ഈ കട്ടറിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കും. പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് പോയാൽ ഈ വെള്ളം തെളിഞ്ഞു കിടക്കും. ആ തെളിഞ്ഞ വെള്ളം ചെറിയ കപ്പ് കൊണ്ട് കോരി കുപ്പിയിലൊഴിച്ചിട്ട് ആ വെള്ളം കുടിച്ച് ബ്രെഡ് തിന്ന് കർത്താവിൻ്റെ വേല മഹാരാഷ്ട്രയിൽ ചെയ്തു. പ്രൈസ് ഗാഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്കുള്ള, കാരണം അവിടെ ആഹാരമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഭാഷ അറിയത്തില്ല, കുഞ്ഞുങ്ങളോട് കൊച്ചു കുഞ്ഞുങ്ങളോട് പറയാൻ മാത്രം മറാഠി അറിയാം, അല്ലാതെ വലിയ വലിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാഷ അറിയത്തില്ല. അങ്ങനെ തിരിച്ച് കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ വന്ന് വിവിധ ശുശ്രൂഷന്മാരുടെ കൂടെ കർത്താവിൻ്റെ വേലയിൽ നിന്നു. പക്ഷെ അപ്പോഴൊക്കെയും ശുശ്രൂഷകന്മാർ അവരുടെ കുടുംബത്തെയും അവരുടെ ശുശ്രൂഷകളെയൊക്കെ വളർത്തിയിട്ടുള്ളൂ. കൂടെ നിന്നവരെ ഒന്നും വളർത്തിയിട്ടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിന്ന് ഓർക്കുമ്പോഴും ഭയങ്കര ദുഃഖമാണ്. പ്രൈസ് ഗോഡ്. അതിനുവേണ്ടി ഉപയോഗിച്ചു. ചർച്ച് പണിയാൻ, കാറ് കഴുകാൻ, ദൈവവേലമായി ബന്ധപ്പെട്ട് അസിസ്റ്റൻ്റാന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉപയോഗിച്ചു. പ്രൈസ് ഗോഡ്. എന്നാൽ അവിടുന്നെല്ലാം വേദനയാണ് ഉളവായെങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഇന്നും വിശ്വസിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവവേലയുടെ ആവേശവും ദൈവവേലയുടെ എരിവും ഇന്നും ഈ നിമിഷവും ഹൃദയത്തിൻ്റെ അകത്ത് എരിവോടെ വർദ്ധിക്കുകയാണ്. അവനവൻ വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമാമെണ്ണം നടപ്പാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തുകയും നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തനിച്ച് ദൈവിക വേല ചെയ്യണമെന്നും അനേക വ്യക്തികളോട് ഒരു സിസ്റ്റം മേടിച്ചു തരണം, കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടും ഉള്ളവർ പോലും
നന്മ ഉണ്ടായിട്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് പോലും നമ്മളെ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴും ദൈവവേലയ്ക്ക് വേണ്ടി പീരുമേടിൻ്റെ മണ്ണിൽ സ്വന്തം ദേശത്ത് പരിശുദ്ധാത്മാവ് വീണ്ടും നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഞങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്നുണ്ട്. അവരോടൊക്കെ സുവിശേഷമല്ല, എൻ്റെ ജീവിതം കണ്ട് മാറിയവർ ഒരുപാട് വ്യക്തികളുണ്ട്. പ്രൈസ് ഗോഡ്. ഒരുപാട് വ്യക്തികൾ, ശുശ്രൂഷ നിമിത്തം ഒരുപാട് വ്യക്തികൾ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ച് ശുശ്രൂഷ ചെയ്തവരുണ്ട്. പ്രൈസ് ഗോഡ്. കൂടെ നടന്ന വ്യക്തികളോട് വലിക്കരുത്, കുടിക്കരുതെന്ന് പറയാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിച്ചു. പ്രൈസ് ഗോഡ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കൂട്ടുകാരനോട് ഇത് മോശമാണ്, ചെയ്യരുത്. നല്ല പ്രായത്തിൽ പഠിക്കുന്ന കാലത്തിൽ നമ്മൾ ഒരുമിച്ച് ഇതൊക്കെ ചെയ്തതല്ലേ, ഇനി വേണോ, ഇനി ഇങ്ങനെ ചെയ്യണോ, നിനക്കൊരു വിവാഹമൊക്കെ കഴിക്കണ്ടേ, വീട്ടിൽ അമ്മയില്ലേ, സഹോദരന്മാരില്ലേ എന്നൊക്കെ പറഞ്ഞ് വിട്ട് അദ്ദേഹത്തെ അവനോട് പറഞ്ഞ് നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. വഴി നിർത്താൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു നിർത്തണം, എൻ്റെ ശരീരം മോശമായി പോകും. പക്ഷെ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഒരുപാട് വ്യക്തികളോട് പറഞ്ഞു കൊടുത്തിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവർ അനേകം വ്യക്തികളുണ്ട്. നിങ്ങൾക്കും ദൈവവേലയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണോ? ദൈവവേലയ്ക്കൊന്ന് കൈത്താങ്ങുവാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ദൈവ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ആഴമേറിയ സുവിശേഷത്തിൻ്റെ ദാഹം ഹൃദയത്തിലുള്ളത് കൊണ്ട് നിങ്ങൾക്കും താല്പര്യത്തോടെ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, കൈകോർക്കാം, ഒരുമിച്ച് നിൽക്കാം. പ്രൈസ് ഗോഡ്. അനേക വ്യക്തികൾ മാറ്റി നിർത്തും. അനേക വ്യക്തികൾ മാറ്റി നിർത്തി മോശമാണെന്ന് പറയും. പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അന്ത്യത്തോളം വഴി നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. 2019 വിവാഹം കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം തന്നു. ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നു. ഒരുമിച്ച് ദൈവിക ശുശ്രൂഷയ്ക്കകത്ത് നിൽപ്പാൻ ഇതുവരെയും ദൈവം സഹായിച്ചു. ഫസ്റ്റ് ദൈവം, രണ്ടാമത് കുടുംബം, മൂന്നാമത് സഭ എന്ന നിലവാരത്തിൽ ഇതുവരെയും പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. വേദനജനകമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ശുശ്രൂഷകന്മാരുടെ ഭാഗത്ത് നിന്ന്, ജനത്തിൻ്റെ ഭാഗത്ത് നിന്ന്, കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായി. പക്ഷേ അവിടെ നിന്നൊക്കെ ദൈവം പിടിപ്പിച്ചു. വിവാഹം കഴിഞ്ഞു, വീട്ടിൽ വന്നു. വീട്ടിൽ ഭയങ്കര വിഷയം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി എതിർപ്പായി നിൽക്കുന്ന സഹോദരൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് റെന്റിനാണ്. ആരും സപ്പോർട്ടില്ല. കർത്താവല്ലാതെ മറ്റൊരു വ്യക്തി ആശ്രയിപ്പാനില്ല. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി കൈത്താങ്ങുവാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ, ഒരു ദൈവവിളിയുടെ കരുത്തറ്റ ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ നമ്പർ വിളിച്ച് സുവിശേഷ വേലയ്ക്ക് കൈത്താങ്ങുവാൻ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ എനിക്കുമായി കോൺടാക്ട് ചെയ്യണം. പ്രൈസ് ഗോഡ്. എസ്റ്റേറ്റ് മേഖലയാണ് പീരുമേട്. ഒരുപാട് കോട്ടയത്ത് നിന്നും തിരുവല്ലയിൽ നിന്നും ഒരുപാട് വ്യക്തികൾ ഭയങ്കര ആവശ്യത്തോടെ വന്നിട്ട് ഇവിടുന്ന് പരാജയപ്പെട്ടു പോയി. ഹൈ റേഞ്ചിലെ ശുശ്രൂഷ ഹൈ റേഞ്ചിലുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഈ സാഹചര്യമായി ഒന്ന് വിരുദ്ധപ്പെട്ടു പോകാൻ, ഈ ഹൈ റേഞ്ച് സാഹചര്യവുമായി ഒന്ന് വിധേയപ്പെട്ടു പോകാൻ ഇവിടുത്തെ സുവിശേഷകർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷെ ഇവിടുത്തെ സുവിശേഷകർക്ക് സുവിശേഷത്തിനുള്ള ഏറിയകളുണ്ട്. പക്ഷെ മറ്റ് ഇതര സപ്പോർട്ടുകൾ ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രൈസ് ഗോഡ്. എസ്റ്റേറ്റിലുള്ള കൂടെ ഇവിടെ തമിഴ് ആൻഡ് മലയാളം, ഇപ്പം ഹിന്ദിക്കാരും കൂടെ ഉണ്ട്. കൂടിക്കലർന്ന ഒരു ലൈഫാണ്. നല്ലൊരു അന്തരീക്ഷം. എല്ലാവരെയും കാണുവാനും എല്ലാവരുമായുള്ള പഴയ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് എസ്റ്റേറ്റ് മേഖല. ഇവരോട് സുവിശേഷം പറയുവാൻ പരിശുദ്ധാത്മാവ് വീണ്ടും ഈ പീരുമേട് മണ്ണിൽ അടിയനെ പാർപ്പിച്ചിരിക്കുകയാണ്. പ്രിയരെ, ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അടിനു വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം. അന്ത്യത്തോളം ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ, അന്ത്യത്തോളം കർത്താവിന് വേണ്ടി നിൽപ്പാൻ, ഇരുപോടെ നിൽപ്പാൻ
തരുന്ന ആയുസ്, തരുന്ന ശബ്ദം, തരുന്ന സൗന്ദര്യം, തരുന്ന ആരോഗ്യം മുഴുവനും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വിധേയപ്പെടുത്തി അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ ദൈവദാസന്മാർ, ദൈവമക്കൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഏറ്റവും മുതൽക്കൂട്ടായി ആയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനി എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ചിലതൊക്കെ നമുക്ക് പബ്ലിസിറ്റിയോടെ ഇതിനകത്ത് പറയാൻ പറ്റാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. അതൊക്കെ ബുദ്ധിയോടെ ജ്ഞാനത്തോടെയൊക്കെ കൈകാര്യം ചെയ്യണമല്ലോ. പ്രൈസ്. ഇതൊരു ഇൻ്റർവ്യൂ അല്ലല്ലോ, ലൈവ് അല്ലേ. പ്രൈസ് ഗോഡ്. ആമേൻ. കൂടുതൽ കർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനിവാര്യമാണ്. കൂടുതൽ അറിയുവാൻ ഈ നമ്പറിൽ എന്നെ വിളിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വലിയ സൗഖ്യത്തോടെ, വലിയ നന്മകളോടെ എല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, അങ്ങയുടെ നാമത്തെ ഞാൻ തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൻ്റെ അളവറ്റ കൃപകൾ, ദൈവാത്മാവിൻ്റെ അളവറ്റ സ്നേഹം, ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച ഈ അനുഭവ സാക്ഷ്യം കേട്ടവരുടെ ഉള്ളിൽ, കേട്ടവരുടെ മേൽ ദൈവാത്മാവ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സഭയെ, അവരുടെ കുടുംബത്തെ, അവരുടെ തലമുറകളെ, അവരുടെ ദേശത്തെ അഭിഷേകത്തോടെ ദൈവാത്മാവ് അനുഗ്രഹിച്ചു മാനിക്കണമെന്ന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ അനുഭവ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലെല്ലാം ദൈവിക അഭിഷേകവും, ആമേൻ, കാണാൻ പോകുന്നവരുടെ മേലെല്ലാം ദൈവിക അനോയിന്റിംഗ്, ദൈവിക അഭിഷേകത്തിന്റെ പകർച്ചയും വെളിപ്പെടട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യമാകട്ടെ. ശുശ്രൂഷയുടെ അടുത്ത ലെവലിൽ പോകണമെന്ന് താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവർ അഭിഷേകത്തിന്റെ മൂർച്ച കൂടട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭ യേശുവിന്റെ നാമത്തിൽ വളരട്ടെ. അവരുടെ ദേശം യേശുവിന്റെ നാമത്തിൽ യേശുവിനാൽ പിടിക്കപ്പെടട്ടെ. അനേക വ്യക്തികളെ ക്രിസ്തുവിൽ നേടുവാൻ പരിശുദ്ധാത്മാവെ ഇവരെ സഹായിക്കണമെന്ന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി കാണുവാനും ഒരുമിച്ച് ശുശ്രൂഷിക്കുവാനും പരിശുദ്ധാത്മാവ് നമുക്ക് ഇടവരുത്തട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക, ദൈവവേലയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.